നമസ്കാരം. മാനൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ADGPയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ പലപ്പോഴും ഒരു സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറയപ്പെടുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്നും ഈ അജിത് കുമാറിനെ മാറ്റിയാൽ പകരം ആളെ നിയമിക്കില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അതായത് പോലീസ് ആസ്ഥാനത്ത് ഇനി ക്രമസമാധാനം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറുകയാണ്. ഇതിനുശേഷം ADGPക്കെതിരെ സർക്കാർ നടപടിയും എടുത്തേക്കും. ADGP MR അജിത് കുമാറിനെ മാറ്റിയാൽ പകരം ക്രമസമാധാന ചുമതലയിൽ ADGPയെ നിയമിച്ചിട്ടില്ല എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതായത് പോലീസിലെ എല്ലാ അധികാരവും ഇനി പോലീസ് മേധാവിയിൽ കേന്ദ്രീകരിക്കട്ടെ എന്നതാണ് സർക്കാരിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളാണ് ഈ അന്വേഷണത്തിനൊക്കെ ആധാരമായത് എന്നുള്ളതാണ്. ഇതിൽ RSS നേതാക്കളുമായുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കൂടിക്കാഴ്ച അത് സർക്കാരിന് വലിയ തിരിച്ചടിയായിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റേണ്ടത് അനിവാര്യതയാണെന്ന് CPI അടക്കം പറയുന്നുണ്ട്. RSS നേതാക്കളുമായി DGP നടത്തിയ കൂടിക്കാഴ്ചയിൽ അടക്കം വീഴ്ചയുണ്ടായി എന്ന നിഗമനം അത് പോലീസ് മേധാവിക്ക് വരെയുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ട സാഹചര്യം സർക്കാരിനുണ്ടാകുന്നുണ്ട്. ആരോപണങ്ങളിൽ അന്വേഷണം വന്നേക്കാം. ഇനി അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിന് പോലീസ് മേധാവിക്ക് 1 മാസത്തെ സമയമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതും ഇന്ന് അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് മേധാവി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകാൻ പോകുന്നത്. ADGPയുടെ RSS കൂടിക്കാഴ്ചയിൽ CPI കടുത്ത നിലപാടെടുത്തിരുന്നു. ആദ്യമൊക്കെ അജിത് കുമാറിനെ മാറ്റേണ്ടത് ഇടത് നയത്തിൻ്റെ കൂടി പ്രശ്നമാണ് എന്ന് CPI നിലപാട് കൃത്യമായി പറയുകയും ചെയ്തു. ഇതായിപ്പോൾ നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അജിത് കുമാറിനെ മാറ്റേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ AKG സെൻറ്ററിലെത്തി പിണറായി വിജയനെ ബിനോയ് വിശ്വം ഈ നിലപാട് കൃത്യമായി പറയുകയും ചെയ്തു. അപ്പോൾ CPM നേതൃയോഗങ്ങൾ അടക്കം ഇപ്പോൾ ചേരുന്നുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. അടുത്ത ദിവസം സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. ഈ യോഗങ്ങളിലൊക്കെ ഈ അജിത് കുമാറിൻ്റെ വിഷയം ചർച്ചയായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിനിടെയാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന പദവി എടുത്തു കളയാൻ സർക്കാർ തലത്തിലൊരു ആലോചന ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായിരുന്നപ്പോഴാണ് ഇത്തരമൊരു പദവി പോലീസിൻ്റെ ഭാഗമായത്. MR അജിത് കുമാറിനെ ആ പദവിയിൽ നിന്ന് മാറ്റാൻ സർക്കാരിൽ സമ്മർദ്ദം ഏറെയാണിപ്പോൾ. CPI അടക്കം നിലപാട് കടുപ്പിച്ചതോടുകൂടി അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർബന്ധിതനാകുകയാണിപ്പോൾ. ഇതിനിടെയാണ് അജിത് കുമാറിനെ മാറ്റുമ്പോൾ ആ കസേര തന്നെ വേണ്ട എന്നുള്ളൊരു നിലപാട് ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നത് എന്നാണ്. ഫലത്തിൽ ക്രമസമാധാനം പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നർത്ഥം. അപ്പോൾ DGP എന്നുള്ളത് അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ക്രമസമാധാനം നടത്തുമ്പോൾ അത് പോലീസ് മേധാവി നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനത്തിലേക്ക്, നേരിട്ട് നടത്തുന്ന നിയന്ത്രണത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇനി DGP റബ്ബർ സ്റ്റാമ്പ് ആവില്ല. പകരം DGPയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ക്രമസമാധാനം നടത്തപ്പെടാൻ പോകുന്നത് പോലീസിനുള്ളിൽ, അല്ലെങ്കിൽ അതായിരിക്കും നടക്കാൻ പോകുന്ന ആഭ്യന്തര വകുപ്പിനുള്ളിൽ എന്നുള്ള നിലപാടുകളായിരിക്കും സർക്കാരും സ്വീകരിക്കാൻ പോകുന്നത്.